ഇവരൊക്കെ ഈ നഷ്ടപ്പെട്ടതിനെ എവിടെയാണ് തെരഞ്ഞത് എന്നറിയോ? ഈ പ്രപഞ്ചം മുഴുവനാണ് തെരഞ്ഞത്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പൊ നമ്മുടെ കൂടെ ഇങ്ങനെ ജീവിക്കുന്ന കുറേ മനുഷ്യരില്ലേ, ഇവർക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ നഷ്ടപ്പെട്ടതിനെ അവർ തിരയുന്നത് എവിടെയാണ് എന്നറിയോ? നമ്മളിലാണ്. അതാ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായിട്ട് എനിക്ക് തോന്നാറുള്ളത്, എൻ്റെ ജീവിതത്തിൽ ഒരു അനുജനോ ഒരു അനുജത്തിയോ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ വീട്ടിൽ ഏറ്റവും ചെറിയ മകനാണ്. അതുകൊണ്ടൊരു അനിയനും അനിയത്തിയും ഇല്ലാത്തതിൻ്റെ സങ്കടം ജീവിതത്തിലെ എക്കാലത്തെയും ഒരു നഷ്ടമാണത്. ഒരു മിസ്സിങ് ബ്രദർ അല്ലെങ്കിൽ ഒരു മിസ്സിങ് സിസ്റ്റർ, ആ ഒരു ശൂന്യത എന്നും ജീവിതത്തിലുണ്ട്. ഇതൊരു ഉദാഹരണം പറഞ്ഞതാ. നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവും അങ്ങനെ ഒന്ന്. ആ ഒരാളുണ്ടല്ലോ, ആ ആളെ നമ്മൾ എല്ലായിടത്തും തിരയുന്നുണ്ട്. നമ്മൾ കണ്ടുമുട്ടുന്ന ഏതൊരു മനുഷ്യനും അങ്ങനെ ഒരാളെ നമ്മളിൽ തിരയുന്നുണ്ട്. അതാണ് ഈ മനുഷ്യനെ സ്വീകരിക്കാൻ നമ്മൾ സ്വയം പാകപ്പെടുക എന്ന് പറയുന്നതിൻ്റെ ഉദാഹരണം. മനുഷ്യനെ നമുക്ക് തള്ളിക്കളയാൻ വളരെ എളുപ്പമാണ്, മനുഷ്യനെ ഒഴിവാക്കാൻ വളരെ എളുപ്പമാണ്, മനുഷ്യനെ സ്വീകരിക്കാനാണ് പ്രയാസം. മനുഷ്യനെ തിരസ്കരിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. പക്ഷെ മനുഷ്യൻ എങ്ങനെയാണോ അങ്ങനെ അയാളെ ഇങ്ങനെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു മനസ്സിൻ്റെ വലുപ്പമുണ്ടല്ലോ, അതാണ് ശരിക്കും ഒരാളുടെ മഹത്വം എന്ന് പറയുന്നത്. അതൊരാളുടെ ബുദ്ധിയുടെ വികാസമാണ്. ഈ ബുദ്ധിക്ക് വികാസമില്ലാത്ത ചില ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ല. അവരാദ്യം എന്താ ചെയ്യാന്നറിയോ? ആളുകളെ ഒഴിവാക്കുകയാണ് അവർ ചെയ്യുക. അവർക്ക് ആരെയും കാണണ്ട, ആരോടും മിണ്ടണ്ട, വാതിലടച്ചിട്ടൊക്കെ അവരിയ്ക്കുന്നത് കാണാം. അതെന്തുകൊണ്ടാ? ആളുകളെ അക്കമഡേറ്റ് ചെയ്യാൻ അവർക്ക് കഴിയൂല. അപ്പം നമുക്ക് ആളുകളെ അക്കമഡേറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, ഒരാളെ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതിൻ്റെ കുഴപ്പം എന്താണെന്നറിയോ? അത് നമ്മുടെ കുഴപ്പമാണ്, അയാളുടെ കുഴപ്പമില്ല. നമുക്ക് ചില ആളുകളിൽ നല്ലതും ചീത്തയും എന്നൊക്കെ നമ്മളിങ്ങനെ തരംതിരിക്കും. കളയും വിളയും ഉണ്ടാവും. ഒരു അധ്യാപകൻ്റെ അല്ലെങ്കിൽ ഒരു അധ്യാപികയുടെ മുന്നിൽ നല്ല കുട്ടികളും ചീത്ത കുട്ടികളും ഉണ്ട് അല്ലേ? ഒരു അധ്യാപകന് ഇഷ്ടപ്പെട്ട കുട്ടികളുണ്ടാവും, ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവും. അത് ആ കുട്ടികളുടെ കുഴപ്പമല്ല, ആ മാഷിൻ്റെ കുഴപ്പമാണ്. നമ്മൾ നെല്ല് വിതച്ചെടുത്ത് ചീരയാണ് കള, ചീര വിതച്ചെടുത്ത് നെല്ലാണ് കള. നമ്മുടെ സൗകര്യത്തിനാണ് കളയും വിളയും നമ്മൾ നിശ്ചയിക്കുന്നത്. ഈ ഭൂമിക്ക് ഒരു കളയുമില്ല, ഭൂമി എല്ലാത്തിനെയും സ്വീകരിക്കുന്നു. ഇതാണൊരു നല്ല മനുഷ്യൻ്റെ ഉദാഹരണം. അയാൾക്ക് ആരെയും തള്ളിക്കളയാൻ കഴിയില്ല, എല്ലാവരെയും സ്വീകരിക്കാനേ കഴിയുള്ളൂ. മനുഷ്യരെങ്ങനെയാണോ അങ്ങനെ ആ മനുഷ്യനെ ഇങ്ങനെ സ്വീകരിക്കാൻ കഴിയുന്ന അത്ര ഒരു വികാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. മനുഷ്യരെ ഇങ്ങനെ ഒഴിവാക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. നമ്മുടെ ബ്ലോക്ക് ലിസ്റ്റിൽ എത്ര മനുഷ്യരുണ്ട് എന്നുള്ളത് നമ്മുടെ മഹത്വത്തിൻ്റെ ഒരടയാളവും അല്ലെന്നേ. മനുഷ്യനെ ഇങ്ങനെ സ്വീകരിക്കാൻ കഴിയുന്ന അത്ര നമ്മൾ സ്വയം പാകപ്പെടുന്നിടത്താണ് ഒരാളുടെ മഹത്വം വർദ്ധിക്കുന്നത്. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഈ കുഞ്ഞുങ്ങളുടെ അമ്മമാരുണ്ടല്ലോ, ലോകത്ത് ഏറ്റവും വലിയ പുണ്യം ചെയ്ത ആളുകളാണ്, ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ് അവർ. ഏറ്റവും വലിയ കരുണ നിക്ഷേപിച്ച മഹാപ്രപഞ്ചങ്ങളുടെ പേരാണ് ഈ കുഞ്ഞുങ്ങളുടെ അമ്മമാർ. കാരണം അവർ ജീവിക്കുന്നത് ഒരു ജീവിതമല്ല, രണ്ടാളുടെ ജീവിതമാണ് അവർ ജീവിക്കുന്നത്. ഇങ്ങനൊരു കുഞ്ഞവരുടെ ജീവിതത്തിലേക്ക് വരുന്നതോടുകൂടി അവരുടെ ജീവിതം തന്നെ മറ്റൊരു അനുഭവമായിട്ട് മാറുകയാണ്. അവർ ജീവിതത്തിൻ്റെ എത്രയോ കൗതുകങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ടാവും. അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വിഷയം ഈ കുഞ്ഞുങ്ങളാണ്. അത്രയേറെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ജീവിക്കുന്ന അമ്മമാരാണ്. ശരിക്കും ഈ അമ്മമാരുണ്ടല്ലോ, ഈ അമ്മമാർ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? നിങ്ങളെ തെരഞ്ഞെടുത്തതേ ആ വലിയ മഹാശക്തിയാണ്. അവൻ തെരഞ്ഞെടുത്ത ആളുകളാണ് നിങ്ങൾ. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ സൃഷ്ടിക്കുമ്പോഴേ ദൈവത്തിന് ഈ കുട്ടികളോട് ഭയങ്കര സ്നേഹമാണ്. നമ്മളോടുള്ളതിനേക്കാൾ സ്നേഹമാണെന്ന് എൻ്റെ ഒരു ഗുരു പറഞ്ഞതാ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ഭാര്യയും ഭർത്താവും വന്നു. അവർക്കിങ്ങനെ ഓട്ടിസം ബാധിച്ചൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ ജീവിതത്തിൽ ലഭിച്ചതോടുകൂടി ഇവർക്ക് പിന്നെ മറ്റൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ പോലും ശ്രദ്ധിക്കാനൊന്നും പറ്റുന്നില്ല. എല്ലാ ശ്രദ്ധയും ഈ കുട്ടികളിലേക്ക് പോവുകയാണ്. അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ അതിനെക്കുറിച്ചുള്ള ചില ആലോചനകളും സങ്കടങ്ങളൊക്കെ ഇവർക്കുണ്ട്. അതൊക്കെ പറയാൻ വേണ്ടിയാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നത്. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് സങ്കടങ്ങളൊക്കെ കേട്ടിട്ട് ഇദ്ദേഹം തിരിച്ചെന്ത് പറയുമെന്ന് ആലോചിച്ചു. സാരല്ല എന്ന് പറയണം. അതൊന്നും സാരമില്ലാന്നേ, കുറച്ചു കാലം കഴിഞ്ഞാൽ സുഖാവുമല്ലോ എന്ന് പറയാൻ പറ്റൂല. കാരണം സുഖാവുന്ന ഒരു അസുഖമൊന്നും അല്ല അത്. സുഖമായ ആ രോഗം ഭേദപ്പെട്ട ഒരു ട്രാക്ക് ലോകത്തെവിടെയും ഇല്ല. പിന്നെ എന്താണ് ഈ അച്ഛനോടും അമ്മയോടും പറയുക?
അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. അതിങ്ങനെയായിരുന്നു. അവര് ആ കുട്ടിയെ മുത്ത് എന്നാണ് വിളിക്കണത്. അദ്ദേഹം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ മുത്തിന് ദൈവം സൃഷ്ടിക്കണ സമയത്ത് ദൈവത്തിന് ഇവനോട് ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് അവൻ എല്ലാവരെയും ഒന്നും ദൈവം ഏൽപ്പിക്കൂല. അങ്ങനെ സൃഷ്ടിക്കുന്ന സമയത്ത് ദൈവം ഭൂമിയിലേക്ക് ഇങ്ങനെ നോക്കി, ദൈവം അവനെ എങ്ങനെയാണോ സ്നേഹിക്കണത് അങ്ങനെയൊക്കെ അവനെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു അച്ഛനെയും അമ്മയെയും വേണം. അപ്പോഴാണ് നിങ്ങളെ രണ്ടാളെയും കണ്ടത്. അങ്ങനെ നിങ്ങളെ രണ്ടാളെയും ഏൽപ്പിച്ചതാണ് കേട്ടോ എന്ന് പറഞ്ഞു. വെറുതെ നിങ്ങളുടെ കയ്യിലേക്ക് വന്നതല്ല, അവനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചതാ. നിങ്ങൾ അവനെ സ്നേഹിക്കും എന്ന് ഉറപ്പുള്ള ഒരാൾ തന്ന സമ്മാനമാണ് എന്നാണ് പറഞ്ഞു കൊടുത്തത്. ഇത് കേട്ടപ്പോഴേ ആ അമ്മ പറഞ്ഞത്, ദൈവമേ നിനക്ക് നന്ദി എന്നാണ്. എന്നിട്ട് അവരാ കുട്ടിയെയും കൊണ്ട് തിരിച്ചു പോകുന്നത് അദ്ദേഹം പറയാണ്, ഇങ്ങോട്ട് വന്നതുപോലെയല്ല. രണ്ടാളുകളും ആ കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചോണ്ടാ പോകുന്നത്. അന്ന് രാത്രി അവൾ അദ്ദേഹത്തോട് പറയാണ്, ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു എന്ന്, എന്താണെന്നറിയോ, നമ്മുടെ മുത്തിനെ നമുക്ക് തന്നെ കിട്ടിയത് നന്നായില്ലേ? വേറെ ആർക്കെങ്കിലുമൊക്കെയാണ് കിട്ടിയിരുന്നതെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് പോലെയൊക്കെ സ്നേഹം കൊടുക്കുമോ? നമുക്ക് തന്നെ കിട്ടിയത് നന്നായി, നമ്മളെ ദൈവം തിരഞ്ഞെടുത്തതാണല്ലേ. അതുകൊണ്ടേ നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തതാണ്. നിങ്ങൾ ഒറ്റ കാര്യം കൊടുത്താൽ മതി, പൊതിഞ്ഞു നിൽക്കുന്നൊരു സ്നേഹം കൊടുത്താൽ മതി. സ്നേഹം എല്ലാവർക്കും മനസ്സിലാവുന്നേ, എല്ലാവർക്കും മനസ്സിലാവും. റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയെയും കൊണ്ട് ഒരമ്മ ഇരിക്കുന്നുണ്ട്. അമ്മയ്ക്ക് എന്തോ ഒരു അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് ബാത്റൂമിലോ മറ്റോ പോകുന്ന സമയത്ത് അവിടെ കാണുന്ന ഒരാളെ ഏൽപ്പിച്ചു ആ കുട്ടിയെ, കുറച്ചു നേരം എൻ്റെ കുട്ടിയെ ഒന്ന് നോക്കണേ, ഞാനിപ്പോൾ വരാം. അങ്ങനെ ആ കുട്ടിയെ അദ്ദേഹം എടുക്കുകയാണ്. അമ്മ പോയി 5 മിനിറ്റ് കൊണ്ട് തിരിച്ചു വരും. തിരിച്ചു വരാൻ ആ കുട്ടിക്ക് ക്ഷമയില്ല. അവൻ ഇയാളുടെ കയ്യിൽ ഇങ്ങനെ ഞെരിപിരി കൊള്ളുകയാണ്. അവൻ അയാളുടെ കയ്യിൽ ഒട്ടും സ്വസ്ഥതയില്ല. അവനിങ്ങനെ വല്ലാതെ ഡിസ്റ്റർബഡ് ആവുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ നിങ്ങൾ? അവർക്ക് മനസ്സിലാവും സ്നേഹവും സ്നേഹക്കുറവൊക്കെ. ഇത്ര കാലവും അവൻ ഏതൊരാളുടെ കയ്യിലാണോ ഉള്ളത് അത്ര സുരക്ഷിതമായൊരു കയ്യിലല്ല ഇപ്പോഴുള്ളത് എന്ന് തിരിച്ചറിയാനേ കുറേ ബുദ്ധിയൊന്നും ആവശ്യമില്ല. ഈ മനുഷ്യനൊരു പ്രത്യേകതയുണ്ട്, സ്നേഹത്തെക്കാൾ വേഗം സ്നേഹക്കുറവ് മനസ്സിലാകുന്ന ജീവിയാണ്. നമ്മളോടൊരാൾക്ക് സ്നേഹമുണ്ടെന്നൊക്കെ അറിയാൻ ചിലപ്പോൾ കൊല്ലങ്ങൾ എടുക്കും. പക്ഷെ നമ്മളോടൊരാൾക്കുള്ള സ്നേഹം കുറയുന്നുണ്ട് എന്നറിയാനേ ഒരു സെക്കൻഡ് പോലും ആവശ്യമില്ല. അതുകൊണ്ട് ഈ സ്നേഹക്കുറവിൻ്റെതായ ഒരു ദാരിദ്ര്യം ഉണ്ടല്ലോ, ഒരു പട്ടിണിയൊക്കെ, അത് അനുഭവിക്കാതെ മനുഷ്യനെ ഇങ്ങനെ സ്നേഹം കൊണ്ട് പൊതിയുന്നൊരു സാന്നിധ്യമായി മാറാൻ നമുക്ക് പറ്റുന്നിടത്താണ് നമുക്ക് ഈ മഹത്വമൊക്കെ കൈവരുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വളരെ പ്രിയപ്പെട്ട ആൾ പറഞ്ഞു തന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുണ്ട് തൃശ്ശൂരിൽ, ഡോക്ടറാണ്, ഒരു ഓങ്കോളജിസ്റ്റാണ്. ഓങ്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ രോഗികളുടെ ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു അച്ഛനും മകനും വന്നു. ഈ മകന് ക്യാൻസറാണ്, ക്യാൻസറിൻ്റെ വളരെ ഗുരുതരമായ സ്റ്റേജിലാണുള്ളത്. അച്ഛൻ്റെ പേര് രാമൻകുട്ടി എന്നാണ്, മോൻ്റെ പേര് രഞ്ജിത്ത്. ഈ മോനെ ഈ വാർഡിൽ കിടത്തിയ. അങ്ങനെ അന്ന് രാത്രി ഈ കുട്ടി ഉറങ്ങണില്ല. എത്ര മരുന്ന് കൊടുത്തിട്ടും അവൻ ഉറങ്ങുന്നില്ല. ആകെ ഇങ്ങനെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുക. ഈ അച്ഛന് പുറത്തു നിന്ന് ഈ കാഴ്ചയൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ അച്ഛൻ വന്നിട്ടേ ഡോക്ടറെ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചു. ഡോക്ടറെ ഒന്നിങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചു. ഡോക്ടർ വന്ന്. അപ്പോൾ ഡോക്ടറോട് ഈ അച്ഛൻ പറയണത് എന്താണെന്നറിയോ? ഡോക്ടറെ, അവന് മരുന്ന് കൊടുത്താലൊന്നും ഉറങ്ങൂല. എൻ്റെ മോനെ എൻ്റെ തോളിൽ കിടന്നാലേ ഉറങ്ങുള്ളൂ. ഞാൻ ഒന്നങ്ങോട്ട് വന്നിട്ട് ഒന്ന് തോളിൽ കിടത്തിയിട്ട് 2 കൊട്ട് കൊട്ടിയാൽ മതി ഡോക്ടറെ, അവൻ ഉറങ്ങും. ഞാൻ ഒന്നങ്ങോട്ട് വന്നോട്ടെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് വേണ്ട രാമൻകുട്ടി, അവിടെ വേറെയും രോഗികളൊക്കെ ഉള്ളതാ, അവർക്കൊക്കെ പ്രയാസമാവും, ഞാൻ എങ്ങനെയെങ്കിലും അവനെ ഉറക്കിക്കൊള്ളാം, രാമൻകുട്ടി വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. രാമൻകുട്ടിക്ക് അത് മനസ്സിലായി. പക്ഷെ രാമൻകുട്ടി രണ്ടാമതൊരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയോ? അദ്ദേഹം പറയാണ്, ആ പാവം അച്ഛൻ പറയാണ്, ഡോക്ടറെ, എന്നാലേ എൻ്റെ കുട്ടി കിടക്കുന്ന ആ കട്ടിലില്ലേ, ആ ഉണ്ട്, അതിൻ്റെ അടുത്തൊരു ചുമരില്ലേ, ആ ചുമരുണ്ട്, അതിൻ്റെ അപ്പുറത്ത് ഞാനുണ്ട് എന്നവനോടൊന്ന് പറയോ. അവനെ കെട്ടിപ്പിടിക്കുന്നത് പോലെ അച്ഛൻ ആ ചുമരിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് എന്നെൻ്റെ കുട്ടിയോടൊന്ന് പറയോ. ഡോക്ടർ പറഞ്ഞു, ആദ്യം ഞാൻ പറഞ്ഞോളൂ. ഡോക്ടർ പറയാണ്, എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ട് പുലർച്ചയ്ക്ക് 4 മണിക്ക് ഇറങ്ങിയപ്പോഴും ആ ചുമരിലേക്ക് നെഞ്ചിൻ കൂടി ഇങ്ങനെ ചാർത്തി വെച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് രാമൻകുട്ടി എന്ന് പറയുന്ന ആ പാവം അച്ഛൻ. അതാണ് സ്നേഹം കൊണ്ടിങ്ങനെ പൊതിയുക എന്ന് പറയുന്നത്. അത്ഭുതപ്പെടുത്തുന്ന സ്നേഹമാണ് മനുഷ്യൻ്റെ മനസ്സിൽ നമുക്ക് ബാക്കിയാക്കാനുള്ളത്. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നത് അത് മാത്രമാണ്.
മിലി എന്ന് പറയുന്ന സിനിമയിൽ അവസാനം അമല പോൾ നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ കുട്ടികളെ കുറിച്ച് പറയുന്നുണ്ട്. അതിങ്ങനെയാണ് പറഞ്ഞത്: സ്നേഹമല്ലാതെ മറ്റൊന്നും തിരിച്ചു തരാൻ കഴിയാത്ത ആൾക്കാരാണ് അവർ. വേറൊന്നും തരാൻ കഴിയും, സ്നേഹം മാത്രം നിങ്ങൾക്ക് തിരിച്ചു തരാൻ കഴിയുള്ളൂ. അങ്ങനെ സ്നേഹമെന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്മാനം വാരിക്കോരി ജീവിതാവസാനം വരെ തിരിച്ചു തരുന്ന ആൾക്കാരാണ്. അവർ നിങ്ങളെ വിട്ടുപോകില്ല, ചങ്ങാതിമാർക്ക് വേണ്ടി നിങ്ങളെ ഉപേക്ഷിക്കില്ല. ഓരോരോ കാര്യങ്ങളിലേക്ക് പെട്ടുപോയിട്ട്, ഓരോരോ അഡിക്ഷനിലേക്കൊക്കെ പെട്ടുപോയിട്ട്, ഓരോരോ കൂട്ടുകെട്ടുകളിലേക്ക് പോയിട്ട് നിങ്ങളെ മറക്കില്ല. അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും.